Hey my beauties, welcome back to my channel Glow with Nanda. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐലൈനർ ലുക്ക് ആയിട്ടാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഐലൈനർ ലുക്കിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ലൈനറോ ജെൽ ലൈനറോ ഒന്നല്ല, നമ്മുടെ സ്വന്തം കാജൽ സ്റ്റിക്ക് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഐലൈനർ ലുക്ക് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്താ പറയാ, ഇത് വെച്ച് ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് സെയിം കാജൽ വെച്ചിട്ടാണ്. എന്താ പറയാ, ഒരു ജെൽ ഐലൈനർ ലുക്ക്, ആ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും നമുക്കിത് നോക്കുമ്പോഴും കാണാം. അപ്പൊ നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സാധനവും കൈ കരുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു കാജൽ ഉണ്ടെങ്കിൽ മതിയാവും. നമ്മുടെ ഐലൈനർ ലുക്കും നമുക്ക് അതിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ക്യാമറ ഇത്തിരി സൂം ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിപ്പോൾ എൻ്റെ കണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഐ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, കൺസീലർ ഒന്നും അപ്ലൈ ചെയ്തില്ല. ജസ്റ്റ് ബോർഡർ ലൈനിൽ സെയിം കാജൽ വെച്ചിട്ട് ഞാൻ ബോർഡർ ലൈൻ ഫിൽ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ണെഴുതാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെബിലൈൻന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജലാണ്. മെബിലൈൻന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജലാണ് ഞാനിവിടെ കണ്ണെഴുതാൻ യൂസ് ചെയ്യുന്നത്. ഫുൾ മാഞ്ഞു പോയി, എനിക്കിത് വേറെ വാങ്ങണം, കുറച്ചേ ഉള്ളൂ. ഓക്കെ, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കാജലാണ് കേട്ടോ ഇത്. അത്യാവശ്യം നന്നായി ഡാർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് എൻ്റെ ഐലൈനർ എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കുറച്ച് മേലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചധികം മേലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എഴുതാൻ എളുപ്പമായിരിക്കും. ആൻഡ് ഞാൻ വിങ് അധികം കൊടുക്കുന്നില്ല, ഫസ്റ്റ് ഞാൻ ഉള്ളിൽ നിന്ന് വെളിക്ക് എഴുതാണ്. ജസ്റ്റ് ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കണ്ണ് ജസ്റ്റ് ഇത് വലിച്ചു പിടിച്ചിട്ട് എഴുതിയ കൂടുതൽ എന്താ പറയുക, എളുപ്പമായിട്ട് എഴുതാൻ കഴിയും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കയ്യിലൊരു കയ്യിൽ മിറർ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്. ഞാൻ എന്തായാലും ഇതിൽ കാണാം. വിങ് എഴുതുന്ന സമയത്ത് ഈ സാധനം ഇങ്ങനെ താഴേക്ക് പിടിച്ചിട്ട് എഴുതരുത്. കറക്റ്റ് നമുക്ക് വിങ് എങ്ങോട്ടാണോ വരുന്നത് ആ ഡയറക്ഷനിലേക്ക് പിടിച്ച് വലിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി താഴത്തെ കണ്ണ് താഴത്തെ കണ്ണിന് വാട്ടർ ലൈൻ കുറച്ച് നല്ല ഡാർക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ എന്താണ്, നമ്മുടെ കണ്ണ് നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ട് കാണും. അപ്പൊ നമുക്ക് വാട്ടർ ലൈനും കൂടെ കറക്റ്റ് എഴുതി കൊടുക്കാം. കറക്റ്റ് മീൻസ് നല്ല ഡാർക്ക് ആയിട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിങ് ഒന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് നോർമലായിട്ട് നമ്മുടെ കണ്ണ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ഈ കുറച്ച് ബാലൻസിൽ അത് നമുക്ക് ഈ വാട്ടർ ലൈനിലേക്ക് ജോയിൻ ചെയ്ത് വിടാം. അപ്പൊ തന്നെ ഒരു കുഞ്ഞ് വിങ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പഴത്തെ കണ്ണ് എഴുതാം. എനിക്ക് നേരെ കാണുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം.
അപ്പോൾ നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ ലൈനിലും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞു. നമ്മൾ ഐലൈനറും എഴുതി, അതുപോലെ തന്നെ താഴത്തും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മസ്കാര വെച്ചിട്ട് നമ്മുടെ ലാഷസ് ഒന്ന് ഇതാക്കി കൊടുക്കാം. കാരണം കണ്ണിൽ മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതൊന്നും എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ഐലൈനർ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വെറും സിമ്പിളാണ്. നമ്മുടെ ഐലൈനറിൻ്റെ, ലിക്വിഡ് ഐലൈനറിൻ്റെ, ജെൽ ഐലൈനറിൻ്റെ ഒന്നും ആവശ്യമില്ല. ജെൽ ഐലൈനർ എഴുതുന്ന പോലെ തന്നെ ആയിരിക്കും നമുക്ക് ഇത് എഴുതുമ്പോഴും കിട്ടുന്ന ആ ഒരു ഇത്. എല്ലാം ഫുൾ ഇതും അതുമായില്ലേ? ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ജെൽ ഐലൈനർ വെച്ച് എഴുതുന്ന ആ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും നമുക്ക് ഈ ലുക്കിലും കിട്ടുക. സിമ്പിളാണ്. നമുക്ക് ഈ ഒരു സംഭവം കയ്യിലുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു കാജൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഐലൈനറും അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ കാജൽ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഐലൈനർ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ കണ്ടവരെ ബൈ ബൈ.